നമസ്കാരം, ഞാൻ ശ്രീരേഖ. സ്കൂൾ ഓഫ് മൈൻഡ് പവറിന്റെ 10th ആനിവേഴ്സറി സെലിബ്രേഷൻസിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. ഈ വീഡിയോ തുടക്കം മുതൽ ഒടുക്കം വരെ നിങ്ങൾ കാണാൻ മറക്കരുത്. താങ്ക് യു. ഒരു കോമഡിയിലൂടെ വന്ന് ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി 2 വരി പാടാൻ പറ്റിയത് ഞങ്ങൾക്ക് ഒരുപാട്. കാരണം നമുക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടല്ലേ, അവരൊക്കെ ആപത്തി വിളിക്കുമ്പോൾ പറഞ്ഞാൽ ഞങ്ങൾ പാലക്കാടാണ്, തൃശ്ശൂരാണ്, പക്ഷെ സന്തോഷ് സാറ് ഞങ്ങളുടെ കാര്യത്തിന് വിളിച്ച അതുകൊണ്ടാണ് അദ്ദേഹത്തിനോട് ഞങ്ങൾ ഇത്രയും ക്രിയേറ്റ് ചെയ്ത് നമ്മളെ. അപ്പൊ അടുത്ത ദേശീയ പരിപാടി അത് കഴിഞ്ഞ് മാതൃപൂജയ്ക്ക് വേണ്ടി അച്ഛനും അമ്മയും ഇനിയുള്ള ഈ പരിപാടി നമുക്ക് അങ്ങോട്ട് വൈബാണ്. അപ്പൊ അടുത്തൊരു പാട്ടോടുകൂടി ഇതിലേക്ക് വരാണ്. അപ്പൊ അടുത്ത മാതൃപൂജയ്ക്ക് വേണ്ടി ഒരുങ്ങുക. ഈ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവിനേക്കാൾ, രത്നങ്ങളെക്കാൾ, അമൂല്യമായ വജ്രത്തെക്കാളൊക്കെ വിലമതിക്കാനാവാത്ത ഏറ്റവും അമൂല്യമായ ഒന്ന് അമ്മ. ഈ ലോകത്തിലെ എല്ലാ അച്ഛന്മാർക്കും വേണ്ടി നിങ്ങളിതാ ഇവിടെ മനോഹരമായ ഒരു പിതൃപൂജ നടത്തുന്നു. ജീവിതം
കൃഷ്ണ ഇത്രയും അച്ഛനമ്മമാരുടെ അച്ഛനും അമ്മയായ നമ്മുടെ പ്രിയപ്പെട്ട ജോസാറിനും മിനി ടീച്ചറിനും സ്കൂൾ ഓഫ് മൈൻഡ് പവറിന്റെ ഒരു എളിയ സമ്മാനം. ആശയത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് വലിയൊരു ഉത്സവമെന്നോ വിരുന്നെന്നോ ഒക്കെ പറയാം. ഭൗതികതയ്ക്കും ആത്മീയതയ്ക്കും ഒന്നുപോലെ തൂക്കം കൊടുത്തുകൊണ്ട് ആത്മാവിന്റെ അളത്തള്ളങ്ങളിലേക്ക് മനുഷ്യന്റെ മനസ്സുകളെയും ചിന്തകളെയും ആകർഷിച്ച് കൈപിടിച്ച് നമ്മളെ കൊണ്ടുപോയ 5 മണിക്കൂറുകൾ അത് ഇവിടെ സമാപിക്കാൻ പോവുകയാണ്. ഏറെക്കുറെ 3:30 മണിക്ക് ഈ ഹാളിൽ വന്നിരുന്നവരാണ് നിങ്ങളെല്ലാവരും. ഇതുവരേക്കും വെള്ളം കുടിക്കാൻ പോലും എഴുന്നേറ്റ് പോകാതെ ഒരേ ശ്വാസം പിടിച്ച് ഇരുന്ന് ഈ പരിപാടി കാണുകയും ആസ്വദിക്കുകയും ചെയ്ത ആശ്രയിലെ എൻ്റെ കൂടപ്പറപ്പുകളോട് ഞാൻ അങ്ങേറ്റം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ പ്രിയ സന്തോഷ് കുമാർ സാറിന്റെ ആ മനസ്സെന്താണ്, ആ മനസ്സിന്റെ ആഴം എന്താണ് പിടിക്കാൻ സാധിക്കുന്നത് ഇതിനേക്കാൾ എളുപ്പം നമുക്ക് സാധ്യമാകും. അപ്പോൾ സമുദ്രത്തിന്റെ ആഴവും പരപ്പും കണ്ടുപിടിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് പ്രിയ സന്തോഷ് കുമാർ സാറിന്റെ മനസ്സിന്റെ വലിപ്പം വിശാലത മനസ്സിലാക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ദൈവം കൊടുത്ത ആ വലിയ ചിന്ത, ആ വലിയ സ്വപ്നം, ആ വലിയ സങ്കല്പം ലോകമെമ്പാടും ഒന്നായി കണ്ടുകൊണ്ട് ലോകത്തുള്ള സമസ്ത ജനവിഭാഗങ്ങളെയും ഒന്നിപ്പിക്കുക എന്നുള്ള സന്ദേശം ലോകത്തെമ്പാടും അറിയിച്ചുകൊണ്ട് എല്ലാ ദൈവങ്ങളും എല്ലാ മതങ്ങളും മനുഷ്യർക്ക് വേണ്ടിയാണ് എന്ന് ഒരേ വേദിയിൽ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വളരെ മനോഹരമായി ഇവിടെ നൃത്യങ്ങളും പാട്ടുകളും കവിതകളും എന്തെല്ലാം കലാരൂപങ്ങളാണ് നമുക്കിവിടെ ആസ്വാദ്യജനകമായത് എന്നത് നിങ്ങൾക്കൊക്കെ നിങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ടവരാണ്. എല്ലാ കലാകാരന്മാരെയും ഒത്തിരി വേഷങ്ങൾ ഇട്ടു. ആ ചങ്ങാതി പേര് അനിൽ കായംകുളം. അദ്ദേഹത്തിന്റെ കലകളിൽ എല്ലാ വേഷവും അദ്ദേഹത്തിന് അനുയോജ്യമാണ്. ഏത് തരം വേഷം ചെയ്യുന്നതിനും അദ്ദേഹത്തിന് നിമിഷാർത്ഥങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് രൂപപകർച്ച ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളത് വളരെ ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രം സിദ്ധിച്ച ഒന്നാണ് എന്നതിന് യാതൊരു സംശയവും. അതുപോലെ തന്നെ യേശു ക്രിസ്തുവായിട്ട് കടന്നു വന്നാണ്
യേശുക്രിസ്തുവിന്റെ കയ്യിൽ ഒരു കറുത്ത ചരട് മാത്രമേ അർത്ഥമായിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ എന്റെ വൈഫ് മെനിയോട് അടുത്തിരുന്ന് പറഞ്ഞു, ഈ യേശുവിന്റെ കയ്യിൽ ഒരു ചരട് കിടക്കുന്നല്ലോ, അതുകൊണ്ടിട്ട് ഈ ചരട് പാടില്ലെന്നുള്ളതല്ല, യേശുക്രിസ്തുവിന് കൊന്നമാലയും യേശുവിന്റെ കയ്യിൽ ആവശ്യമില്ലാത്ത കാര്യമാണ്. എന്നിരുന്നാലും അതുപോലെ തന്നെ ഷെഫീഖ് ജി, ശ്രീകൃഷ്ണൻ ലൈവായിട്ട് നമ്മുടെ മുന്നിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ ആ അനാട്ടമി അതിന് വളരെ അനുയോജ്യമാണ്. അത് ഒരു എന്താണ്, ഒരു സ്ത്രൈണത കലർന്ന പാപ വ്യത്യാസം, ആരെയും ആകർഷിക്കുന്ന, ആരെയും സ്വാതന്ത്ര്യപ്പിക്കുന്ന ആ മുഖവും ആ അദ്ദേഹത്തിന്റെ ഉച്ചരിച്ച പതനവും അദ്ദേഹത്തിന്റെ ആംഗ്യങ്ങളും നൃത്തങ്ങളും ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് എല്ലാവർക്കും അനുഗ്രഹം ചൊരിയുകയും ചെയ്ത മഹത്തായ നിമിഷങ്ങൾ. സങ്കേതത്തിലെ അച്ഛനമ്മമാരെ ദൈവത്തെ പൂജിക്കുന്ന പോലെ സ്റ്റേജിൽ കയറ്റിയിരുത്തി അവരുടെ പാദങ്ങൾ കഴുകി തുടച്ച് അവരുടെ കാലിൽ ചുംബിച്ചുകൊണ്ട് അവരുടെ അനുഗ്രഹം ഏറ്റുവാങ്ങിയ ആ നിമിഷങ്ങൾ, ഇതൊക്കെ ആശ്രയം തുടങ്ങിയിട്ട് 30 വർഷം പിന്നിടുമ്പോഴും ഇത് ഞങ്ങൾക്ക് നവ്യമായ അനുഭൂതിയാണ് ഉണ്ടാക്കിയത്. എല്ലാവരോടും ഞങ്ങൾക്ക് ഉള്ള നന്ദി അങ്ങേയറ്റമാണ്. പ്രിയ സന്തോഷ് സാറിന് ജന്മം നൽകിയ പെറ്റമ്മ, അമ്മയുടെ പേരെന്താണ്? തങ്കമണി അമ്മ. ഇതിന്റെ എല്ലാം ആദരവ് തങ്കമണി അമ്മയ്ക്കാണ് നൽകിയിരുന്നത്. ആ ഗർഭപാത്രത്തിന്റെ പുണ്യമാണ് നമുക്ക് ഇവിടെ ഈശ്വരൻ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കേണ്ടത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ പ്രിയ സന്തോഷ് സാറിനോടൊപ്പം കടന്നു വന്ന കുടുംബാംഗങ്ങൾ, നാട്ടുകാർ, ജനപ്രതിനിധികൾ അടക്കം ധാരാളം ആളുകൾ വന്നിട്ടുണ്ട്. ഇത്രത്തോളം ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. അവിടെ നിങ്ങൾ കാണിക്കുന്ന ഈ മഹാസ്നേഹം, അതാണ് യഥാർത്ഥ ദൈവസ്നേഹം. സമൂഹത്തിൽ അനാഥരും തിരസ്കൃതരുമായ കലകളും സങ്കേതത്തിലെ മക്കളോടൊപ്പം ഇത്രയും മണിക്കൂറുകൾ വളരെ ത്യാഗമനോഭാവത്തോടെ എന്തെല്ലാം ജോലികൾ മാറ്റിവെച്ചിട്ടാണ് നിങ്ങളിവിടെ ഇപ്പോഴും ഇരിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. വളരെ തിരക്കുകൾക്കിടയിലും ഈ മക്കളോടൊപ്പം ആയിരിക്കുവാൻ നിങ്ങൾ കാണിച്ച വലിയ മനസ്സിന് 1000 നന്ദി രേഖപ്പെടുത്തുന്നു. പ്രിയ സന്തോഷ് സാറിന് ദൈവം, സർവേശ്വരൻ, ഭഗവാൻ, അള്ളാഹു, സർവ്വദൈവങ്ങളും അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന് എല്ലാവരുടെ അംഗീകാരങ്ങളും പദവികളും ബാലനാഥ് കണ്ടു എഴുതപ്പെട്ടിരിക്കുന്ന അംഗീകാരങ്ങൾ, ഡോക്ടറേറ്റ് അടക്കമുള്ള നിരവധി ബഹുമതികൾ അദ്ദേഹത്തെ ഇതിനകം തേടിയെത്തിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ ലോകമറിയപ്പെടട്ടെ. കൂടുതൽ അംഗീകാരങ്ങൾ ലഭിക്കുന്നതോറും അദ്ദേഹം ഭൂമിയോട് നമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശിരസ് ഉയർന്നു നിൽക്കുകയല്ല, ഭൂമിയെ നമിക്കുന്ന വലിയൊരു മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ധാരാളം ഉയർച്ച, പുരോഗതി, അംഗീകാരം ഒക്കെ വന്നു ചേരുന്നതിന് യാതൊരു സംശയമില്ല. എല്ലാ നന്മകൾക്കായി പ്രാർത്ഥിക്കുന്നു. പെറ്റമ്മയ്ക്ക് എല്ലാവിധ നന്മ നേരുന്നു. ദീർഘായുസ്സും ആരോഗ്യവും ദൈവം പ്രദാനം ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇപ്പോഴും 3 പേരെയാണ് പൊന്നാടി അണിയിക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് സന്തോഷ് സാറിന്റെ അമ്മയെ, രണ്ടാമതായിട്ട് സന്തോഷ് സാറിനെ, മൂന്നാമത് ഏറ്റവും കൂടുതൽ വേഷം ഇവിടെ ചെയ്ത അനിൽ, ഈ 3 പേരും സ്റ്റേജിലോട്ട് മുന്നോട്ട് വന്ന് നിൽക്കണമെന്ന് സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു. സഹധർമ്മിണി മിനി ജോസഫ് പൊന്നാട അണിയിച്ച് ആദരിക്കും. സന്തോഷ് സാറിനെ ഞാൻ തന്നെ ആദരിക്കുന്നു. ഹരി സാറിനെ നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ ആദരിക്കുന്നു.
25 വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ്.
പ്രോഗ്രാം നടത്തിയിരുന്ന സന്തോഷ് സാറിൻ്റെ പ്രോഗ്രാം അതിഗംഭീരം. എൻ്റെ ലൈഫിൽ കാണാത്ത പ്രോഗ്രാമാണ്. ഇതേപോലെ സിനിമ ഇതേമാതിരി പ്രോഗ്രാമിനെ ദൈവം അനുഗ്രഹിക്കും. ഇനി മുമ്പോട്ട് ഇതേമാതിരി പ്രോഗ്രാം നടത്തി വളരെ വളരെ സന്തോഷം. ജോസ് സാറിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. സന്തോഷ് സാറിൻ്റെ പ്രതിഭ എന്നെന്നും നിലനിൽക്കട്ടെ. ഇതേമാതിരി ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ലൊരു നാളേക്ക് വേണ്ടി, നല്ലൊരു നന്മയ്ക്ക് വേണ്ടി. സന്തോഷം. താങ്ക് യു വെരി മച്ച് സന്തോഷ് സാർ. താങ്ക് യു വെരി മച്ച്. നമ്മുടെ സന്തോഷ് മാമിന് ഞങ്ങൾ വലിയൊരു നന്ദി അറിയിക്കുന്നു. ശ്രീ സന്തോഷ് കുമാർ ബി ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെയും മനഃശക്തി പരിശീലനത്തിലൂടെയും കഴിഞ്ഞ 20 വർഷമായി നിരാലംബർക്ക് ആശ്രിതനായി, അനാഥർക്ക് നാഥനായി, തെരുവിൽ കിടക്കുന്നവർക്കും അനാഥാലയങ്ങൾക്കും ആരിൽ നിന്നും ഒരു സംഭാവന പോലും സ്വീകരിക്കാതെ ആഹാരവും വസ്ത്രവും കൊടുക്കുന്ന ചാരിറ്റി പ്രവർത്തകനാണ്. കഴിഞ്ഞ 20 വർഷമായി തികച്ചും സൗജന്യമായി മൈൻഡ് പവർ ട്രെയിനിങ് ആൻഡ് സോഷ്യൽ സർവീസ് നടത്തിവരുന്നതിന്റെ ഭാഗമായി 2 നാഷണൽ റെക്കോർഡും ലഭിച്ചു. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, എലൈറ്റ് ബുക്ക് ഓഫ് റെക്കോർഡ്സ്. ഇതുകൂടാതെ ഹ്യൂമൻ റൈറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മിഷൻ എന്ന സംഘടനയുടെ കൺസ്യൂമർ വിജിലൻസ് എന്ന സോഷ്യൽ സർവീസ് 2 അവാർഡ് വിന്നർ